ഹലോ, ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് വന്ന് കുറച്ച് കമൻസിൻ്റെ കാര്യം പറയാനാണ്. ഏതാണ്ട് 400 കമൻസ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻസ്റ്റയിലുള്ളവർ മാത്രം, ഫേസ്ബുക്കിൽ അങ്ങനെയൊന്നും വന്നില്ല. ഇൻസ്റ്റയിലുള്ളതിൽ വന്നതിൽ ഒരേ കമൻറ്റ് തന്നെ കുറേ പേര് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരേ കാര്യം തന്നെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ അതേപറ്റി എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. വേറൊന്നുമല്ല, ഞാൻ നോർമലി എനിക്ക് വരുന്ന എൻ്റെ വീഡിയോസിനെല്ലാം വരുന്ന കമൻസിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കും. അതിൽ നല്ല കമൻസിനെല്ലാം നല്ല രീതിയിൽ റിപ്ലൈ കൊടുക്കും. മോശം കമൻസിനെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതല്ലെങ്കിൽ അത്രയും ടൈപ്പ് ചെയ്യണമല്ലോ മെനക്കെട്ടിരുന്നത് എന്ന് വിചാരിച്ച് ഞാൻ ലൈക്ക് കൊടുക്കുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോസിനങ്ങനെ ഒരുപാട് മോശമൊന്നും വന്നിട്ടില്ല. പക്ഷേ എല്ലാ വീഡിയോസിനും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരെണ്ണം വരാറുണ്ട്. പക്ഷേ ഞാനത് ഇഗ്നോർ ചെയ്തങ്ങ് വിടും. കാരണം എല്ലാ വള്ളിയും പോയി പിടിക്കേണ്ട കാര്യമില്ലല്ലോ, അതങ്ങ് പൊക്കോട്ടെ. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അവരെന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. ഇതിലും രണ്ട് മോശമെന്ന് വിചാരിച്ചാൽ നമുക്കെന്ത് കൊള്ളുമെന്ന് വിചാരിച്ചാൽ അവരിട്ടതായിരിക്കാം. നമുക്ക് വിഷയമില്ല. നമ്മളിങ്ങനത്തെയൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറാവണം. കാരണം സൊസൈറ്റിയിൽ നിന്ന് പലതും പറയും, ഈവൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പലതും പറയും. അപ്പോൾ അതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഇറങ്ങാൻ. അപ്പോൾ ആളുകൾ എന്തും പറഞ്ഞോട്ടെ, നമുക്കത് വിഷയമില്ല. നമ്മൾ ഓക്കെ, നമ്മൾ മനസ്സാക്ഷി അനുസരിച്ച് നമ്മൾ വേറെ ഒന്നല്ല ചെയ്യുന്നത്, ഓക്കെ എന്നുള്ളൊരു ചിന്ത. നമ്മൾ തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഓക്കെ, ഇല്ല അതിൽ അവർക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മൾ നല്ല രീതിയിൽ പോകുന്നു. അപ്പം 10,000 നല്ല കമൻസ് വരുന്നതിനിടയ്ക്ക് 2 മോശം വന്നാൽ നമുക്കതൊന്നും ഏൽക്കില്ല. ഇതുവരെ എനിക്കത് വിഷയമില്ല. ഇപ്പോഴും നിലവിലും എനിക്ക് പറയുന്ന കാര്യത്തിലും വിഷയമില്ല. പക്ഷേ ഇതൊരു ക്ലാരിഫിക്കേഷൻ പോലെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കത് പറയണം അതേ പറ്റിയിട്ട്. എനിക്കത് പറയാനിട്ട് 2 ദിവസമായിട്ട് എനിക്ക് എന്താ വല്ലാത്തൊരു തരം ത്വര വരുന്നു പറയാനിട്ട്. അതായത് ഞാൻ എന്തായാലും കമൻസ് ഞാൻ വായിക്കാം. അപ്പോൾ ഒരേ കമൻസ് പല ആളുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിടുന്നത് കൊണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ട് മനസ്സിലാക്കി സഹി കെട്ടിട്ടാന്ന് തോന്നുന്നു ഏതോ ഒരു ഏതോ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് പോലും മനസ്സിലാക്കാണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ആരാന്ന് പോലും എനിക്കറിയില്ല, അവരുടെ പേര് ഞാൻ പറയാം കേട്ടോ. അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ആക്ച്വലി എടുത്ത് പിൻ ചെയ്ത് കൂടെ കൊടുത്തു. ഇനി ഈ കമൻറ്റ് ഇടാൻ വരുമ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കട്ടെ, വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കില്ലെങ്കിൽ ഈ കമൻറ്റ് വായിക്കുമ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ, അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചാൽ പിൻ ചെയ്ത് വെച്ചു. എന്നിട്ടും കാര്യമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇപ്പോൾ ഈ കമൻറ്റ് ഇട്ടതിൽ ഫുൾ ആൾക്കാരും ഒരേ മൈൻഡോടെ ആയിരിക്കില്ല. ചിലർ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും വെപ്രാളത്തിൽ നിന്നപ്പോഴോ ധൃതിക്ക് നിന്നപ്പോഴോ കുറച്ച് നേരം ഒന്ന് കണ്ട് കംപ്ലീറ്റ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ വെപ്രാളത്തിൽ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാകാണ്ട്, എന്നാൽ കമൻറ്റിൻ്റെ സമയമുണ്ട്, നോട്ട് പോയിന്റ്. എന്നാലും അപ്പോൾ അവർ കമൻറ്റ് അങ്ങ് ഇട്ടതാണ്, നമുക്ക് സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കംപ്ലീറ്റ് കണ്ട് തീർക്കാണ്ട് കമൻറ്റ് ഇട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കണ്ട് തീർത്ത് കാണും, പക്ഷെ അവർക്കത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി, ദാറ്റ് ദൈവം കൊടുത്തു കാണില്ല. നല്ല വിഷമമുണ്ട് എനിക്ക് പറയുമ്പം, എൻ്റെ സൗണ്ടൊക്കെ ഇടറുന്നുണ്ട്. അത് എല്ലാവർക്കും ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കില്ല, നമ്മളത് മനസ്സിലാക്കണം. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ദൈവം അത് എന്താണ് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഭഗവാനെ കൊടുത്തിട്ടുണ്ടാവില്ല. അതപ്പോൾ ഞാൻ അതും അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ കാറ്റഗറി, അവരാണ് ഹീറോസ്. മുഴുവൻ കാണും, വേണ്ടി വന്നാൽ വീണ്ടും കാണും, പിന്നെയും കാണും. എന്നിട്ട് പറ്റിയ സൈഡിൽ കൊടുന്ന് ചിരിക്കുകയും ചെയ്യും, ആസ്വദിക്കുകയും ചെയ്യും. അത് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് സാധനം ഇങ്ങനെ ജ്വലിച്ച് വരും. എന്താ മനസ്സിലായോ?